അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ കരുത്തിന് മുന്നിൽ തകർന്നു വീഴുമ്പോൾ ട്രംപിന് യുദ്ധത്തിൽ പിഴയ്ക്കുന്നോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ഇറാന്റെ വ്യോമാതിർത്തി ലംഘിച്ച അമേരിക്കയുടെ 2 അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കൻ യുദ്ധവിമാനത്തിലെ 2 വൈമാനികരിൽ ഒരാളെ US സ്പെഷ്യൽ ഫോഴ്സ് സാഹസികമായി രക്ഷപ്പെടുത്തി. ഇസ്രായേൽ മാധ്യമങ്ങളെയും CBS ന്യൂസിനെയും ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. കാണാതായ രണ്ടാമത്തെ പൈലറ്റിനായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനത്തിലെ പൈലറ്റുമാരാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനം തകരുന്നതിന് മുൻപ് തന്നെ 2 പൈലറ്റുമാരും സുരക്ഷിതമായി പുറത്തേക്ക് ചാടിയിരുന്നു. ഇതിൽ ഒരാളെ ഇറാന്റെ ഭൂപ്രദേശത്ത് നിന്നും US സ്പെഷ്യൽ ഫോഴ്സ് കണ്ടെത്തി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കാണാതായ രണ്ടാമത്തെ പൈലറ്റിനായുള്ള US സേനയുടെ തിരച്ചിലിന് തടസ്സമാകാതിരിക്കാൻ ഇറാനിൽ നടത്താനിരുന്ന സൈനിക ആക്രമണങ്ങൾ ഇസ്രായേൽ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. പൈലറ്റിനെ കണ്ടെത്താനായി സെൻട്രൽ ഇറാനിലെ ഖുസസ്താൻ പ്രവിശ്യയിൽ അമേരിക്കൻ വിമാനങ്ങൾ താഴ്ന്നു പറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കറൂൺ നദിക്ക് മുകളിലുള്ള പാലത്തിന് സമീപം സൈനിക ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും നിരീക്ഷണം നടത്തുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 3 US F-15 വിമാനങ്ങൾ തകർന്നതായാണ് US സെൻട്രൽ കമാൻഡ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വൈറ്റ് ഹൗസോ പെന്റഗണോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. ഇറാൻ ഇസ്രായേൽ US യുദ്ധത്തിനിടയിൽ ഇറാന്റെ മണ്ണിൽ ഒരു അമേരിക്കൻ വിമാനം തകർന്നത് ഇത് ആദ്യമായാണ്. വിമാനം വെടിവെച്ചിട്ടതാണെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാന്റെ ആക്രമണത്തിലാണോ അതോ സാങ്കേതിക തകരാർ മൂലമാണോ വിമാനങ്ങൾ തകർന്നു വീണതെന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇറാന്റെ അത്യാധുനിക F-35 യുദ്ധവിമാനമാണ് വെടിവെച്ചിട്ടതെന്നാണ് ഇറാൻ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരാത്തതിനാൽ കാര്യങ്ങൾ വ്യക്തമല്ല. പൈലറ്റുമാരെ കണ്ടെത്താനായി അമേരിക്ക നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പൈലറ്റിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ഇറാൻ ഭരണകൂടം പ്രതിഫലവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൈലറ്റിനെ ജീവനോടെ പിടികൂടി പോലീസിന് കൈമാറുന്നവർക്ക് വിലപ്പെട്ട സമ്മാനം നൽകുമെന്നും പ്രാദേശിക TV ചാനലുകൾ വഴി ഇറാൻ അറിയിപ്പ് നൽകി. അമേരിക്കക്കാരെ കണ്ടാലുടൻ വെടിവെക്കുക എന്ന് ആദ്യം നിർദ്ദേശം നൽകിയെങ്കിലും പിന്നീട് ഇത് തിരുത്തി പൈലറ്റിനെ ജീവനോടെ പിടികൂടാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം കാണാതായ പൈലറ്റുമാരെ കണ്ടെത്താൻ അമേരിക്കൻ സൈന്യം കോമ്പാക്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനാണ് ആരംഭിച്ചത്. പ്രദേശത്ത് US ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും നിരീക്ഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്ന അമേരിക്കൻ സംഘത്തിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ ലോകശക്തികൾ തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മേഖലയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. വരും മണിക്കൂറുകളിൽ അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുമെന്നാണ് രാജ്യാന്തര സമൂഹം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.